മച്ചമരെ ഞാൻ നിങ്ങളുടെ സ്വന്തം എളനാട് സുജിത്ത്. അപ്പം മച്ചമരെ നമ്മുടെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട് ഷിസുവിൻ്റെ പപ്പീസ് വന്നാൽ ഒന്ന് അറിയിക്കുമോ വെച്ചാൽ നമുക്ക് കമൻ്റൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഷിസുവിൻ്റെ പപ്പീസ് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കായിട്ടുള്ള ഷിസുവിൻ്റെ പപ്പീസ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ് മച്ചമാരെ. ഷിസുവിൻ്റെ പപ്പീസിൻ്റെ ഗുണങ്ങളറിയാലോ. അഡൽട്ട് സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് വീട്ടിനകത്ത് വളർത്താൻ പറ്റാവുന്ന ഒരു ബ്രീഡാണ്. അതേപോലെ കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒക്കെ വളർത്താൻ പറ്റാവുന്ന ഒരു ബ്രീഡാണ്. അതുപോലെ അവരുടെ മുടി കൊഴിച്ചിൽ കാര്യങ്ങൾ അങ്ങനെ അധികം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ചിലവ് കുറവിലും നല്ല രീതിയിൽ വളർത്താൻ പറ്റാവുന്ന ഒരു ബ്രീഡാണ് കേട്ടോ. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ വളർത്താം. അപ്പോൾ ഇതൊക്കെ വേണം എന്നുള്ളവർ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് വിളിച്ചാൽ മതി. ഷിസുവിനെ വളർത്തിയ ആളുകൾക്ക് അറിയാം അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന്. ഏത് ബ്രീഡ് മേടിക്കുമ്പോഴും നമ്മൾ അതിനെ മരണം വരെ നോക്കാൻ വളർത്താനുള്ള മനസ്സുണ്ടാവണം, അല്ലാതെ ഒരിക്കലും മേടിക്കരുത്. കുട്ടികളുടെ ആഗ്രഹത്തിൽ ഒരിക്കലും ഒരു പട്ടിക്കുഞ്ഞുങ്ങളും മേടിച്ചു കൊടുക്കരുത്, അവരൊരു ജീവികളാണ്. അപ്പോൾ അതിന് അച്ഛനമ്മമാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മേടിക്കുക.